സയൻസ് അക്കാഡമീസ് ഓൺലൈൻ ക്ലാസ്സസ്. അപ്പൊ നമ്മൾ ഇന്ന് CBSE 9ാം ക്ലാസ്സിലെ ബയോളജിയിലെ സെൽ ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ പാർട്ട് 2 ആയിട്ടാണ് വന്നിരിക്കുന്നത്. പാർട്ട് 1 ഹഷ്മി ടീച്ചർ ഓൾറെഡി നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടാവും അല്ലേ? അപ്പൊ അതിനകത്ത് സെല്ലിനെ കുറിച്ചുള്ള ആ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടും അതേപോലെ തന്നെ മൈക്രോസ്കോപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഹഷ്മി ടീച്ചർ നന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും. അപ്പോ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൽ ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ ആ ഒരു ചാപ്റ്ററിലെ മെയിൻ കോർ പാർട്ട് ആയിട്ടുള്ള സെല്ലിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യാ, ശ്രദ്ധയോടെ കേട്ട് എന്ത് ചെയ്യാ, ഇരിക്കാട്ടോ. ഓക്കെ, അപ്പോ നമ്മുടെ മൈക്രോസ്കോപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഹഷ്മി ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. ആ മൈക്രോസ്കോപ്പിലൂടെ വെച്ച് നോക്കുമ്പോൾ കാണുന്ന ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള വസ്തുവാണ് മക്കളെ എന്തെന്ന് പറയണത്, സെല്ല് എന്ന് പറയണത് അല്ലേ? അത് നമ്മൾ കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല, അതിനെന്തായാലും ഒരു മൈക്രോസ്കോപ്പ് അത്യാവശ്യമാണ്. അപ്പൊ അങ്ങനത്തെ ആ ഒരു മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതൊക്കെ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ സെല്ലിനകത്ത് നമുക്ക് മെയിൻ ആയിട്ട് ബേസിക് ആയിട്ട് 3 കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. അതാണ് നമ്മുടെ ആ ഒരു ചാപ്റ്ററിൽ ഈ ഒരു സെല്ലിന്റെ ഭാഗത്ത് വരുന്ന ഫസ്റ്റ് ഇൻട്രൊഡക്ടറി പാർട്ട് എന്ന് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ സെല്ലിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോ ഇവിടെ ഒരു സെല്ല് വരക്കുകയാണെങ്കിൽ നമുക്ക് സെല്ല് എന്ന് പറയുമ്പോൾ എപ്പോഴും റൗണ്ട് ആണല്ലേ മനസ്സിലോട്ട് ഓർമ്മ വരുന്നത്. ഓക്കെ, അപ്പൊ ഞാനിവിടെ സെല്ല് എന്ന് പറഞ്ഞായിട്ട് എന്ത് ചെയ്യാണ്, ഒരു സാധനത്തിനെ വെച്ചിട്ടുണ്ട്, അല്ല ഒരു റൗണ്ട് വരച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മൈക്രോസ്കോപ്പിലൂടെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സെല്ലിനകത്ത് കാണുന്ന ഏറ്റവും ഫസ്റ്റ് കാണുന്ന ഭാഗത്തിനെ നമ്മളൊരു പേര് പറയും മക്കളെ. അതിനെ നമ്മൾ പറയുന്ന പേരാണ് പ്ലാസ്മ മെംബ്രെയിൻ എന്നാണ് പറയാം. എന്താണ് പറയേണ്ടത്? പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയും. ഓക്കെ, മൈക്രോസ്കോപ്പിൽ കൂടെ സെല്ല് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഫസ്റ്റ് കാണപ്പെടുന്ന ഏറ്റവും ഔട്ടർ ലെയറിന് നമ്മൾ പറഞ്ഞ പേരാണ് മക്കളെ എന്ത്, പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഉള്ളിലോട്ട് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് കാണാൻ പറ്റും, ആ ഒരു സ്പേഷ്യസ് ആയിട്ട് ഒരു ഭാഗം കാണാൻ പറ്റും, ഒരു സ്പേസ് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഈ സ്പേസിനെ നമ്മൾ പറഞ്ഞ പേരിന് മക്കളെ എന്ത്, സൈറ്റോപ്ലാസം എന്ന് പറയും. എന്താ പറയേണ്ടത് മക്കളെ? സൈറ്റോപ്ലാസം എന്ന് പറയും. ഓക്കെ, ഈ സൈറ്റോപ്ലാസത്തിന്റെ ആ ഒരു ഉൾഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാല് നമുക്ക് എന്ത് കാണാൻ പറ്റും അറിയോ? അവിടെ മേജർ ആയിട്ടൊരു സെന്റർ ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഏതൊരു ഓഫീസിലോട്ട് പോയാലും അവിടെ മേജർ ആയിട്ടൊരു ഭാഗം ഉണ്ടാവില്ല. ഒരു ഓഫീസ്, ഒരു ഹെഡ് ഓഫീസോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭാഗമൊക്കെ ഉണ്ടാവും അല്ലെ? അതേപോലെ തന്നെ നമ്മുടെ സെല്ല് എന്ന് പറയുന്നത് ഒരു ഓഫീസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഓഫീസിനകത്ത് വരുന്ന മെയിൻ സെന്റർ ആണ് ഈ കാണുന്ന ആള്. ഈ ആളെ നമ്മൾ പറയുന്ന പേരിന് മക്കളെ എന്ത്, ന്യൂക്ലിയസ് എന്നാണ് പറയുന്നത് കേട്ടാ. എന്താ പറയുന്നത് മക്കളെ? ന്യൂക്ലിയസ് എന്ന് പറയും. ഓക്കെ, മെയിൻ സെന്റർ പാർട്ട് ആണ് മക്കളെ ആരെന്ന് പറയുന്നത്, ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. കേട്ടല്ലോ? അപ്പൊ നമ്മുടെ സെല്ലിനകത്ത് നോക്കിക്കഴിഞ്ഞാല് ഫസ്റ്റ് കാണുന്ന 3 ഭാഗങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതില്ലാന്നുണ്ടെങ്കിൽ ഒരു സെല്ലില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള 3 ഭാഗങ്ങളാണ് മക്കളെ ആരൊക്കെ? ഏതൊക്കെയാണ്? പ്ലാസ്മ മെംബ്രെയിൻ വരുന്നുണ്ട്, സൈറ്റോപ്ലാസം വരുന്നുണ്ട്, ന്യൂക്ലിയസ് വരുന്നുണ്ട്. ഓക്കെ, ഇനി ഈ പ്ലാസ്മ മെംബ്രെയിന്റെ ആ ഒരു സ്പെഷ്യാലിറ്റി എടുത്ത് നോക്കുകയാണെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ എന്നും കൂടി ഇതിനെ പറയപ്പെടും കേട്ടാ. ഓക്കെ, ഈ പ്ലാസ്മ മെംബ്രെയിന്റെ ഒരു ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേറി വരുന്ന മെംബ്രെയിൻ എന്ന് വെച്ചാൽ എന്താ, ഒരു പാട, ഒരു കവറിംഗ് ആണ് മെംബ്രെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ, ഒരു കവാടം. ഓക്കെ, ഈ കവാടത്തിന്റെ പുറത്തോട്ട് വരുന്ന എല്ലാ ആൾക്കാരൊന്നും നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ എന്ത് ചെയ്യില്ല, ഉള്ളിലോട്ട് കടത്തിവിടത്തില്ല. അത്യാവശ്യം വേണമെന്ന് തോന്നുന്ന ആൾക്കാരെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പ്ലാസ്മ മെംബ്രെയിൻ എന്ത് ചെയ്യുള്ളൂ, ഉള്ളിലോട്ട് കടത്തിവിടുള്ളൂ. അത് അത്യാവശ്യം വേണ്ട ആൾക്കാരെ മാത്രം കടത്തിവിടുന്നവരെ നമ്മളൊരു പ്രത്യേക പേര് പറയും. എന്താ മക്കളെ? അത്യാവശ്യം വേണ്ടവരെ മാത്രമേ കടത്തിവിടുള്ളൂ. അങ്ങനെ സെലക്ട് ചെയ്ത് എടുക്കുന്ന ഒരു മെംബ്രെയിൻ മക്കളെ ആരെന്ന് പറഞ്ഞത്, പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ പറഞ്ഞ പേരാണ് എന്ത്, സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയൂ ട്ടാ. എന്താ പറയണത്? സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ. അത്യാവശ്യം വേണ്ടവരെ മാത്രം, കേറി വരുന്ന എല്ലാവരും ഒന്നും കടത്തിവിടുന്ന ഡോർ അല്ലത്. ഓക്കെ, അത്യാവശ്യം വേണ്ടവരെ മാത്രം കടത്തിവിടും. അതുകൊണ്ട് ഇതെന്താണ്, സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ എന്നാണ് പറയാം. ഇനി ഇതിന്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ നമ്മളിവിടെ ഒരു സ്പേസ് പറഞ്ഞല്ലേ, ഒരു സ്പേസ് പറഞ്ഞില്ലേടാ. ഈ സ്പേസിനെ നമ്മൾ മൊത്തത്തിൽ ഈ സ്പേസിനെ പറഞ്ഞ പേര് പ്രോട്ടോപ്ലാസം എന്നാണ്. എന്താ പറയേണ്ടത്? പ്രോട്ടോപ്ലാസം. അതിനകത്ത് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞൊരു ഭാഗം പറഞ്ഞല്ലേ ടീച്ചർ, ഇതൊക്കെ ഒന്ന് വായിക്കട്ടെ. ഓക്കെ, ന്യൂക്ലിയസ് എന്ന് പറഞ്ഞൊരു ഭാഗമില്ലേടാ മക്കളെ. ഈ ന്യൂക്ലിയസ് ഒഴികെ വരുന്ന ഇത്രയും ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. കേട്ടല്ലോ? ഈ സൈറ്റോപ്ലാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? സൈറ്റോപ്ലാസം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അതൊരു സ്പേസ് ആണ്. അതൊരു ശരിക്കും ഒരു സ്പേസ് അല്ല കേട്ടോ. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം അവിടെ ഒരു സെമി ഫ്ലൂയിഡ് ലൈക്ക് പാർട്ടാണ്.
സെമി ഫ്ലൂയിഡ് ലൈക്ക് എന്ന് വെച്ചാൽ എന്താണ്? മൊത്തത്തിൽ വെള്ളമൊന്നുമല്ല, എന്നാൽ ഒരു വെള്ളം പോലെ ഇരിക്കുന്ന ഒരു ജെല്ല് പോലത്തെ ഭാഗമാണ് നമുക്ക് സൈറ്റോപ്ലാസത്തിൽ കാണാനായിട്ട് പറ്റുന്നത്. കേട്ടല്ലോ? അപ്പൊ സൈറ്റോപ്ലാസം എന്ന് വെച്ചാൽ എന്താണ് മക്കളെ? ഇറ്റ് ഈസ് എ സെമി ഫ്ലൂയിഡ് അല്ലെങ്കിൽ സെമി ഫ്ലൂയിഡ് അല്ലാന്നുണ്ടെങ്കിൽ ജെല്ലി ലൈക്ക് പോർഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. കേട്ടല്ലോ മക്കളെ? ഇപ്പൊ നമ്മുടെ ഒരു ഫ്ലോർ ഒക്കെ പോലെയാണ് ഈ സൈറ്റോപ്ലാസം. നമുക്ക് ഫ്ലോർ ഉണ്ടെങ്കിലല്ലേ നടക്കാനായിട്ട് പറ്റൂ, തറ ഉണ്ടെങ്കിലല്ലേ നമുക്ക് അതിന്റെ മുകളിൽ കൂടെ നടക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ സൈറ്റോപ്ലാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമാണ് അതിന്റെ മുകളിൽ ഈ പറഞ്ഞ ന്യൂക്ലിയസിനായാലും ബാക്കിയുള്ള സെൽ ഓർഗനൽസിനായാലും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഓക്യുപ്പൈ ചെയ്യാൻ പറ്റുള്ളൂ, ഇരിക്കാനായിട്ട് പറ്റുള്ളൂ, അല്ലെ? അപ്പൊ അതുകൊണ്ട് എന്താണ് സൈറ്റോപ്ലാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സെമി ഫ്ലൂയിഡ് ജെല്ലി ലൈക്ക് പാർട്ടാണ്. കേട്ടല്ലോ മക്കളെ? അടുത്ത നമ്മൾ വരുന്ന എന്താണ്? ന്യൂക്ലിയസ് ആണ്. ദ മേജർ സെന്റർ ആണ് ആരെന്ന് പറയുന്നത്? ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു 3 പാർട്ട് ഓക്കെ അല്ലേ? ജസ്റ്റ് എന്ത് ചെയ്യാ, അതിന്റെ പോയിന്റ്സ് ടീച്ചറോട് കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കാം. എന്താണ്? സെലക്ടീവ്ലി പെർമിയബിൾ. ടീച്ചർ പറഞ്ഞ അതേ സാധനം തന്നെ ഇവിടെ ഉണ്ടല്ലേ? സെലക്ടീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ കോൾഡ് പ്ലാസ്മ മെംബ്രെയിൻ. ഈ കാണുന്ന പാടേനാണ് മക്കൾ നമ്മൾ എന്ത് പറയുന്നത്? പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? സെമി ഫ്ലൂയിഡ് ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ആണ് ആര് പറഞ്ഞത്? സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ഓക്കെ, അതെ, ഇതിന്റെ ഉള്ളിൽ കാണുന്ന ഈ ഒരു സ്പേസിനാണ് മക്കളെ നമ്മൾ എന്ത് പറയുന്നത്? സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ വരുന്ന മെയിൻ സെന്റർ ആണ് മക്കളെ ആര്? ന്യൂക്ലിയസ്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമ്മളിപ്പോ പറഞ്ഞു എന്താണ്? മെയിൻ സെന്റർ ആയിട്ടുള്ള ആളാരാണ്? ന്യൂക്ലിയസ് ആണെന്ന് പറഞ്ഞല്ലേ? അപ്പൊ ഈ ന്യൂക്ലിയസിനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെല്ലിനെ 2 ഭാഗങ്ങളാക്കി തിരിക്കാനായിട്ട് പറ്റും. ആരുടെ ബേസിസിലാണ്? ന്യൂക്ലിയസിന്റെ ബേസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെല്ലിനെ 2 പാർട്ടായിട്ട് തിരിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നോക്കിയാണ് മക്കളെ, ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്? 2 സെല്ല് വരയ്ക്കാം. ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ ചിലപ്പോൾ കേട്ട് മറന്നിട്ടുള്ള കാര്യങ്ങളായിരിക്കും. എന്നാൽ നമ്മളൊരു സാധനത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക? ഇതിന്റെ ഫസ്റ്റ് പാർട്ട് തൊട്ട് നന്നായി പഠിക്കുക. കേട്ടല്ലോ മക്കളെ? അപ്പൊ നോക്കി, ഞാനിവിടെ 2 സെല്ലുകൾ വരച്ചിട്ടുണ്ട്. ഈ സെല്ലുകളിൽ എന്താണ് മക്കളെ? ഈ പണ്ട് കാലങ്ങളിലെ സെല്ല് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യ കാലങ്ങളിലെ സെല്ല് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ അതൊരു ന്യൂക്ലിയസ് എന്ന് പറയാൻ പറ്റാത്തൊരു ഭാഗമായിരുന്നു. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടും ഇങ്ങനെ ഒരു ത്രെഡ് പോലത്തെ സ്ട്രക്ചേഴ്സ് മാത്രമാണ് പണ്ട് കാലങ്ങളിൽ, ആദ്യ കാലങ്ങളിലെ സെല്ലുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്, അല്ലെ? ഇങ്ങനെയുള്ള ന്യൂക്ലിയസ് അതിനെ എടുത്തു പറയാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സിന് നമ്മൾ പറഞ്ഞ പേര് മക്കളെ എന്ത്? ന്യൂക്ലിയോയിഡ് എന്നാണ് പറഞ്ഞിരുന്നത്. എന്താ പറഞ്ഞത് മക്കളെ? ന്യൂക്ലിയോയിഡ്. ഇങ്ങനെയുള്ള ന്യൂക്ലിയസ് ആയിരുന്നു ആദ്യ കാലങ്ങളിലെ സെല്ലുകൾക്ക് കാണപ്പെട്ടിരുന്നത്. ഓക്കെ, പിന്നീട് വന്നപ്പോഴാണ് അത് ഡെവലപ്പ് ചെയ്ത് ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ആയിട്ട് മാറിയത്. ഓക്കെ, പിന്നീട് വന്നപ്പോഴാണ് മക്കളെ അതെന്തായത്? ഒരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ആയിട്ട് മാറിയത്. അപ്പൊ ആദ്യ കാലഘട്ടങ്ങളിലുള്ള ഇങ്ങനത്തെ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉള്ള സെല്ലുകള് പിന്നീട് എന്താണ്? ബാക്ടീരിയകൾക്ക് മാത്രമായിട്ട്, ബാക്ടീരിയ പോലുള്ള ഗ്രൂപ്പുകൾക്കായിട്ട് കാണാനായിട്ട് തുടങ്ങി. അപ്പൊ ഇങ്ങനത്തെ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ഒരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇല്ലാത്ത സെല്ലുകളെ നമ്മൾ പറയപ്പെടുന്ന പേരാണ് മക്കളെ എന്ത് പറയൂടാ? പ്രോകാരിയോട്ടിക് സെൽ എന്ന് പറയൂട്ടാ. എന്താ പറയേണ്ടത്? പ്രോകാരിയോട്ടിക് സെൽ എന്നാണ് പറയാം. പ്രോ എന്നുള്ള വാക്കിന്റെ അർത്ഥം ശ്രദ്ധിച്ചു കേൾക്കാട്ടോ. പ്രോ എന്നുള്ള വാക്കിന്റെ അർത്ഥമാണ് മക്കളെ എന്ത്? പ്രിമിറ്റീവ് എന്നാ പറയാ, അതായത് ആദ്യ കാലഘട്ടങ്ങളിൽ. ഓക്കെ, കാരിയോട്ടിക് അല്ലെങ്കിൽ കാരിയോ എന്നുള്ള വാക്കിന്റെ അർത്ഥമാണ് മക്കളെ എന്തെന്ന് പറയുന്നത്? ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യ കാലഘട്ടങ്ങളിലെ ന്യൂക്ലിയസ് എന്ന് വെച്ചാൽ അതൊരു ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. അങ്ങനെയുള്ള സെല്ലുകളെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? പ്രോകാരിയോട്ടിക് സെൽ എന്ന് പറയും. പിന്നീട് വന്നപ്പോ എന്തായി? നമ്മുടെ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞത് ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു നല്ല സ്ട്രക്ചറോട് കൂടിയുള്ള ഒരു ന്യൂക്ലിയസിനെ നമുക്ക് കിട്ടി. അങ്ങനെയുള്ള ന്യൂക്ലിയസ് ഉള്ള സെല്ലുകളെ നമ്മൾ പറഞ്ഞ പേരാണ് മക്കളെ എന്ത്? യൂകാരിയോട്ടിക് സെൽ എന്ന് പറയും കേട്ടോ. എന്താ പറയേണ്ടത്? യൂകാരിയോട്ടിക് സെൽ. യു എന്നുള്ള വാക്കിന്റെ അർത്ഥമാണ് മക്കളെ എന്ത്? ട്രൂ എന്നാണ് പറയാ. ഓക്കെ, യു എന്നുള്ള വാക്കിന്റെ അർത്ഥം ട്രൂ എന്ന് പറയും. കാരിയോൺ എന്നുള്ള വാക്കിന്റെ അർത്ഥം ടീച്ചർ ഇപ്പൊ തന്നെ അല്ലേ പറഞ്ഞ, എന്താ പറയാടാ? ന്യൂക്ലിയസ് എന്നും പറയും. അപ്പൊ ഒരു ട്രൂ ന്യൂക്ലിയസ്, ഒരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉള്ള സെല്ലുകൾ നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? യൂകാരിയോട്ടിക് സെൽ. അതേപോലെ തന്നെ ഒരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇല്ലാത്ത അല്ലെങ്കിൽ പ്രിമിറ്റീവ് ആയിട്ടുള്ള ന്യൂക്ലിയസ് കാണപ്പെടുന്ന സെല്ലുകളെ പറഞ്ഞ പേരാണ് എന്ത്? പ്രോകാരിയോട്ടിക് സെൽ എന്ന് പറയുന്നത് കേട്ടാ. അതിന്റെ ഡെഫിനിഷനും ടീച്ചർ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ടീച്ചർ ഒരു സെല്ലിന്റെ പടം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് സെല്ലിന്റെ പാർട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം വരുമ്പോൾ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നോക്കിയാൽ ഫസ്റ്റ് എന്താണ് പ്രോകാരിയോട്ടിക് സെൽ എന്നുള്ളത് നോക്കാം.
ഓക്കെ, ഇതിന് എക്സാമ്പിൾ ആയിട്ട് ടീച്ചറോട് വെച്ചിരിക്കുന്നത് ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിൾ തന്നെയാണ്, ബാക്ടീരിയൽ സെല്ലാണ്. എക്സാമ്പിൾ എന്തായാലും നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ബാക്ടീരിയൽ സെൽ ലാക്ക് എ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ആൻഡ് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ്. അതിന് ന്യൂക്ലിയസിന്റെ കാര്യം മാത്രമല്ല, ഒരു നല്ലൊരു ഡെവലപ്ഡ് ആയിട്ടുള്ള മെംബ്രെയിൻസോ കാര്യങ്ങളൊന്നും ഓർഗനൽസോ കാര്യങ്ങളൊന്നും പ്രോകാരിയോട്ടിക് സെല്ലിന് ഇല്ല. ഓക്കെ, അങ്ങനെയുള്ള സെല്ലുകളെ പറഞ്ഞ പേരാണ് മക്കളെ എന്ത്? പ്രോകാരിയോട്ടിക് സെൽ എന്ന് പറയും. പ്രോ എന്നുള്ള വാക്കിന്റെ അർത്ഥമാണ് എന്ത്? പ്രിമിറ്റീവ് എന്നും പറയും. കാരിയോൺ എന്നുള്ള വാക്കിന്റെ അർത്ഥമാണ് മക്കളെ എന്ത്? ന്യൂക്ലിയസ് എന്നും പറയും. In prokaryotic cell, most of the cellular activities take place directly in the cell. സെല്ലല്ല സൈറ്റോപ്ലാസം. അതായത് ഇങ്ങനെയുള്ള പ്രോകാരിയോട്ടിക് സെല്ലില് പ്രത്യേകിച്ച് നല്ല ന്യൂക്ലിയസ് ഇല്ല, പ്രത്യേകിച്ച് നല്ല ഓർഗനൽസ് ഇല്ല. അപ്പൊ ഇങ്ങനത്തെ സെല്ലുകളിലൊക്കെ പക്ഷെ ആക്ടിവിറ്റീസ്, സെല്ലുലാർ ആക്ടിവിറ്റീസ് നടക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളിലെല്ലാം നേരെ സൈറ്റോപ്ലാസത്തിലാണ് നമ്മുടെ എന്ത് നടക്കുന്നത്? സെല്ലുലാർ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അതേസമയം യൂക്കാരിയോട്ടിക് സെൽ എന്ന് വെച്ചാൽ അതിന് എക്സാമ്പിൾ ആയിട്ട് ടീച്ചർ ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? പ്ലാന്റ് ആൻഡ് അനിമൽ സെൽ. നമ്മുടെ ആയാലും അനിമൽസിന്റെ ആയാലും പ്ലാന്റ്സിന്റെ ഒക്കെ ആയാലും എങ്ങനത്തെ സെല്ലാണ് മക്കളെ? യൂക്കാരിയോട്ടിക് സെല്ലാണ്. അതിനൊരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉണ്ടാകും. അതേപോലെ തന്നെ സെവറൽ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ്, മെംബ്രെയിൻ കൊണ്ട് പൊതിഞ്ഞിട്ടൊക്കെ ഉള്ള ഒരുപാട് ഓർഗനൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇനി യു എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? ട്രൂ എന്നാണ്. കാരിയോൺ എന്നുള്ള വാക്കിന്റെ അർത്ഥം ന്യൂക്ലിയസ് എന്നാണ്. മനസ്സിലായോ? അതിന് ടീച്ചർ ജസ്റ്റ് ഒരു ബോക്സ് പോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. സെയിം സാധനം തന്നെയാണ്, ഒന്ന് ബോക്സിലാക്കി കൊടുത്തേ ഉള്ളൂ. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, എന്താണ് മെയിൻ ഡിഫറൻസ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒന്നെങ്കിൽ ഈ ബോക്സ് വെച്ച് എഴുതാം, അല്ലാന്നുണ്ടെങ്കിൽ ആ ഡെഫിനിഷൻസ് കൊടുത്താലും നിങ്ങൾക്ക് അതിന്റെ മാർക്ക് കിട്ടിക്കോളും. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ, അപ്പൊ നോക്കിയേ, അപ്പൊ നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസിന്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇപ്പൊ 2 സെല്ലുകളാക്കി തിരിച്ചത് അല്ലേ? ഇനി ഈ ന്യൂക്ലിയസ് പോട്ടെ, ന്യൂക്ലിയസ് അവിടെ നിൽക്കട്ടെ. ന്യൂക്ലിയസ് അല്ലാതെ സെല്ലിനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 3 ടൈപ്പ് ആയിട്ട് തിരിക്കുന്നുണ്ട്. സെല്ലിനെ വെച്ചിട്ടല്ല, എന്നാലും സെല്ലിനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു 3 ജീവികളെ കുറിച്ച് നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഗോ ദ ബിയോണ്ട് എന്ന് പറഞ്ഞുള്ള ആ ഒരു ഗോ റെഡി ദ ബിയോണ്ട് എന്ന് പറഞ്ഞ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? റെഡി ടു ഗോ ദ ബിയോണ്ട്, സോറി കേട്ടോ പേര് മാറിപ്പോയി. റെഡി ടു ഗോ ബിയോണ്ട് എന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾക്ക് ആ ഒരു 3 ആൾക്കാരെ കുറിച്ച് തന്നിട്ടുണ്ട്. സൈഡിലുള്ള ബോക്സ് ആണെന്ന് വെച്ചിട്ട് എന്ത് ചെയ്യരുത്? വിട്ടുകളയൊന്നും ചെയ്യരുത്, അത് പഠിക്കേണ്ടതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കിയാണ് മക്കളെ, സെല്ലിന്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 3 ടൈപ്പ് ഓർഗാനിസത്തിനെ കുറിച്ച് നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, അതാണ് ഒന്നാമത്തെ ആളിന് മക്കളെ ആരെന്ന് പറയുന്നത്? വൈറസ് എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടാവും, എല്ലാവർക്കും അറിയാം. കൊറോണ വൈറസ്, നിപ്പ വൈറസ്, അല്ലാത്ത വൈറസ്, അങ്ങനെ ഒരുപാട് വൈറസുകളെ കുറിച്ച് നമ്മളിപ്പോ കേട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ് അല്ലെ? അപ്പൊ നോക്കിയേ, ഒന്നാമത്തെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിന് ആര്? വൈറസ്. രണ്ടാമത്തെ ഗ്രൂപ്പാണ് മക്കളെ ആര്? വിറോയിഡ്സ്. മൂന്നാമത്തെ ആൾക്കാരിന് മക്കളെ പ്രയോൺസ്. ഇവരെ 3 പേരെ പ്രത്യേകത എന്താ? അത് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലെ? എന്നാൽ മക്കളെ ഈ 3 ആൾക്കാരെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ ആർ അസെല്ലുലാർ ഇൻഫെക്ഷ്യസ് ഏജന്റ്സ്. അസെല്ലുലാർ എന്നുള്ള വാക്കിന് അർത്ഥമാണ് മക്കളെ എന്ത്? നോ സെൽ. എ മീൻസ് നോ എന്നാണ് അർത്ഥം. ഓക്കെ, സെല്ലുലാർ മീൻസ് സെല്ല്. അപ്പൊ സെല്ലുകൾ ഇല്ലാത്ത 3 ജീവികളാണ് ആരെന്ന് പറയുന്നത്? വൈറസ്, വിറോയിഡ്സ് ആൻഡ് പ്രയോൺസ്. അത് മാത്രമാണ് അവരുടെ പ്രത്യേകത? അല്ല, ദേ ആർ ടു ഇൻഫെക്ഷ്യസ്. അവർ ഭയങ്കര അപകടകാരികളുമായിട്ടുള്ള 3 ആൾക്കാരാണ് ആരെന്ന് പറയുന്നത്? വൈറസ്, വിറോയിഡ്സ്, പ്രയോൺസ് എന്ന് പറഞ്ഞത് അല്ലേ? They are infectious agents that are too small to be seen under a light microscope. ഒരു മൈക്രോസ്കോപ്പിന്റെ ഉള്ളിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് അങ്ങനെ പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റും. അത്രയും സ്മോൾ ആയിട്ടുള്ള ആൾക്കാരാണ് ആരെന്ന് പറയുന്നത്? ഈ 3 ആൾക്കാരെന്ന് പറയുന്നത് കേട്ടോ. ഈ 3 ആൾക്കാരുടെ പോയിന്റ്സ് ആണ് അടിയിൽ കൊടുത്തേക്കുന്നത്. ഈ വൈറസിനെ സംബന്ധിച്ചിടത്തോളം ടീച്ചർ അതിന്റെ ഫോട്ടോ വെച്ചിട്ട് നമുക്ക് ഫോട്ടോ വെച്ച് ഫസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോ ഈ 3 ആൾക്കാരെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വൈറസിനെ നോക്കിയ മക്കൾ, ഇതാണ് ഒരു വൈറസിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞത് അല്ലേ? ഈ വൈറസിന്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു സ്പൈറലി അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു സാധനം കാണാനായിട്ട് പറ്റും. ഇതാണ് അവരുടെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. എന്താണത്? ജനറ്റിക് മെറ്റീരിയൽ കേട്ടോ. ഈ ജനറ്റിക് മെറ്റീരിയലിനെ പൊതിഞ്ഞുകൊണ്ട്, അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. സെല്ലില്ല ഇവർക്ക് ശരിക്കും പറഞ്ഞാല്. ഇത് കാണുമ്പോ സെല്ലാന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ, ഇത് സെല്ലല്ല. ഓക്കെ, ഈ ജനറ്റിക് മെറ്റീരിയലിനെ പൊതിഞ്ഞുകൊണ്ട് ഒരു പ്രോട്ടീൻ ലെയർ ആണ് തന്നിരിക്കുന്നത്.
ഓക്കെ, ആ ജനറ്റിക് മെറ്റീരിയൽ, അവരുടെ ജനറ്റിക് മെറ്റീരിയലിനെ പൊതിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രോട്ടീൻ ലെയർ മാത്രമാണ് തന്നിരിക്കുന്നത്. ആ പ്രോട്ടീൻ ലെയറിനെ പറഞ്ഞ പേരിന് മക്കളെ എന്ത്? ക്യാപ്സിഡ് എന്നാണ് പറയാം. ഓക്കെ, ക്യാപ്സിഡ് എന്നാണ് പറയാം. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ആ വൈറസിന്റെ ജനറ്റിക് മെറ്റീരിയലിനെ പൊതിഞ്ഞുകൊണ്ട് ഒരു പ്രോട്ടീൻ ലെയർ ഉണ്ടെന്ന് മാത്രം പഠിച്ചു വെക്കാം. ഓക്കെ, ആ പേര് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പേര് അറിഞ്ഞു വെച്ചാൽ നല്ലത്, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അതേസമയം ഇത് സെല്ലല്ല മക്കളെ, പിന്നെയും ടീച്ചർ പറയാണ് സെല്ലായിട്ട് തെറ്റിദ്ധരിക്കരുത്, അതൊരു പ്രോട്ടീൻ ലെയർ മാത്രമാണ് കേട്ടോ. ഓക്കെ, അതേസമയം വിറോയിഡ്സിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനത്തെ വല്ല ലെയറും ഉണ്ടോ? ഇല്ല, അതാണ് അവർക്ക് ക്യാരക്ടർ. ഓക്കെ, ആകെ എന്ത് മാത്രം ഉള്ളോടാ? ഒരു ജനറ്റിക് മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് പ്രോട്ടീൻ കവറോ കാര്യങ്ങളോ ഒന്നും വിറോയിഡ്സിനില്ല. അതാണ് ഇവര് ഭയങ്കര സ്മോൾ ആണെന്ന് പറയണത്. മൈക്രോസ്കോപ്പിനുള്ളിൽ വെച്ച് കഴിഞ്ഞാലും വളരെ കഷ്ടപ്പാടാണ് കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, മൂന്നാമത്തെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ എന്ന് വെച്ചാൽ എന്താണടാ? മൂന്നാമത്തെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ജനറ്റിക് മെറ്റീരിയലും ഇല്ല. പറയുമ്പോ ഇത് കാണുമ്പോ ജനറ്റിക് മെറ്റീരിയൽ അല്ല മക്കളെ, വെറുതെ ഒരു പ്രോട്ടീൻ ലെയർ മാത്രമാണത്. ലെയർ അല്ല, ഒരു മിസ് ഫോൾഡഡ് ആയി കിടക്കുന്ന, മിസ് ഫോൾഡഡ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ചുറ്റിപ്പണഞ്ഞ് കിടക്കുന്ന ഒരു പ്രോട്ടീൻ, അത് മാത്രമാണ് ആകെ ആർക്കുള്ളത്? ഈ പറഞ്ഞ പ്രയോൺസിനുള്ളത് കേട്ടോ. ഓക്കെ അല്ലേടാ? ആ ഒരു 3 പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കിയേ. വൈറസ് ആർ കമ്പോസ്ഡ് ഓഫ് സം ജനറ്റിക് മെറ്റീരിയൽ വിത്ത് എ പ്രോട്ടീൻ കോട്ട്. ഒരു പ്രോട്ടീൻ കോട്ട് ഉണ്ടാകും, ഒരു ജനറ്റിക് മെറ്റീരിയലും ഉണ്ടാവും. അതേസമയം വിറോയിഡ്സിലാണെങ്കിലോ അതില്ല, നേരെ ഓപ്പോസിറ്റ് പഠിച്ചു വെച്ചാൽ മതി. ആ ഒരു പ്രോട്ടീൻ കോട്ട് ഇല്ലാത്ത ആൾക്കാരാണ് ആരെന്ന് പറയണത്? വിറോയിഡ്സ് എന്ന് പറയുന്നത്. അതേസമയം പ്രയോൺസിനാണെങ്കിലോടാ ജനറ്റിക് മെറ്റീരിയൽ ഇല്ല, പക്ഷെ അതിന് പകരം അവർക്ക് എന്തുണ്ട്? ഒരു മിസ് ഫോൾഡഡ് ആയി കിടക്കുന്ന, മിസ് ഫോൾഡഡ് എന്ന് വെച്ചാൽ ചുറ്റിപ്പിടഞ്ഞ് കിടക്കുന്ന ഒരു പ്രോട്ടീൻ മാത്രമാണ് അവർക്ക് ഉള്ളത്. മനസ്സിലായോ പറഞ്ഞത്? ഇതാണ് ആ 3 ക്യാരക്ടർ. പഠിച്ചു വെക്കാം, മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്, അപ്പൊ മാറാണ്ട് പഠിക്കുക കേട്ടോ. വൈറസ് എന്ന് വെച്ചാല് ലെയർ ഉണ്ട്, വിറോയിഡ്സ് എന്ന് വെച്ചാൽ ലെയർ ഇല്ല. ഓക്കെ, മറ്റേ നമ്മുടെ പ്രയോൺസ് എന്ന് വെച്ചാലോ ജനറ്റിക് മെറ്റീരിയലും ഇല്ല, ഒന്നുമില്ല, ആകെ ഒരു പ്രോട്ടീൻ മിസ്ഫോൾഡ് ആയി കിടക്കുന്നത് മാത്രം. ഓക്കെ അല്ലേടാ മക്കളെ? ഈ ഫോട്ടോ ടീച്ചർ ജസ്റ്റ് ഒന്ന് റെഫറൻസിന് വേണ്ടി വെച്ചതാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒന്നുമില്ല, എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, റെഫർ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുക കേട്ടോ. ഓക്കെ അല്ലേടാ? ഓക്കെ, അപ്പോ നമ്മളിപ്പോ എന്തൊക്കെ പറഞ്ഞു? സെല്ലിന്റെ 3 ആൾക്കാരെ കുറിച്ച് പറഞ്ഞു. യൂക്കാരിയോട്ടിക്, പ്രോകാരിയോട്ടിക്, ന്യൂക്ലിയസിന്റെ ബേസിസിൽ 2 സെല്ല് ഉണ്ടെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ സെല്ലില്ലാത്ത 3 ആൾക്കാരെ കുറിച്ചിട്ടും പറഞ്ഞു അല്ലേടാ? ഓക്കെ, ഇനി സെല്ലിലോട്ട് നമുക്ക് തിരിച്ചു പോവാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാൻ പോവാണടാ? സെല്ലിലോട്ട് തിരിച്ചു പോവാ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? സെല്ലിലോട്ട് തിരിച്ചു വരുവാണ്. ഇതൊരു സെല്ലാണ്. ഇതിന് ഞാൻ എപ്പോഴും റൗണ്ട് ഷേപ്പ് വരയ്ക്കുന്നത്. റൗണ്ട് ഷേപ്പ് മാത്രമല്ല കേട്ടാ, എന്നാലും ഇവിടെ സ്ക്വയർ ഷേപ്പും ഉണ്ട്. ഓക്കെ, അപ്പൊ നോക്കിയടാ, ഇങ്ങനെ 2 സെല്ല് ഞാൻ വരയ്ക്കുകയാണ്. എങ്ങനെ വന്നാലും ഞാൻ എന്ത് വരച്ചാലും അതിനൊരു ഷേപ്പ് ഉണ്ടാവും അല്ലേ? ഷേപ്പില്ലാതെ ഇങ്ങനെയൊന്നും ഞാൻ വരച്ചിട്ടില്ലല്ലോ. എന്തായാലും ഒരു ഷേപ്പ് അവരുണ്ട് ഒരു സെല്ലിന് അല്ലേ? ഏതെങ്കിലും ഒരു ഷേപ്പ്, ഒന്നെങ്കിൽ സ്ക്വയർ അല്ലെങ്കിൽ സർക്കിൾ, എന്തെങ്കിലും ഒരു ഷേപ്പ് അവിടെ ഉണ്ട്. ഈ ഷേപ്പ് എങ്ങനെയാ ഈ സെല്ലിന് കിട്ടുന്നേ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമുക്ക് മനുഷ്യനൊരു ശരീരം ഉണ്ട്, ആ ശരീരത്തിന് ഒരു ഷേപ്പ് ഉണ്ട്. ആ ഷേപ്പ് കിട്ടാനായിട്ട് കാരണങ്ങൾ ആരൊക്കെയാ മക്കളെ? ഒന്ന് ഓർത്തു നോക്കിയേ. നമ്മുടെ ശരീരത്തിന് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടാനായിട്ട് 2-3 ആൾക്കാർ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന ഒരാളാണ് ആരെന്ന് പറയണത്? സ്കെലറ്റൽ സിസ്റ്റം എന്ന് പറയണത് അല്ലേ? അസ്ഥികൂടം. ഓക്കെ, അതാണ് നമുക്ക് മെയിൻ ആയിട്ട് ഷേപ്പ് തരുന്നതിൽ ഒന്നാമത്തെ ഒരാള്. രണ്ടാമത്തെ ഗ്രൂപ്പ് ആരാണ്? മസിൽസ് ആണ് അല്ലെ? മസിൽസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഷേപ്പും സപ്പോർട്ടൊക്കെ തരുന്നുണ്ട്. അപ്പൊ നോക്കിയാണ് മക്കളെ, ഈ സെല്ലിന് ഇതേപോലെ ഒരു ഷേപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ അവിടെയും സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരെങ്കിലും വേണ്ടേ? വേണം, ഉറപ്പായിട്ടും വേണം അല്ലെ? അപ്പൊ നോക്കിയാണ് മക്കളെ, നമ്മുടെ സെല്ലിന് ഇതേപോലെ സപ്പോർട്ട് ചെയ്യാനും ഷേപ്പ് കൊടുക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഫൈബേഴ്സ് അവിടെ ഉണ്ട്. നമ്മൾ ഇതേവരെ കേട്ടിട്ടുണ്ടോ? ചിലവർ കേട്ടിട്ടുണ്ടാവും, ചിലവർ കേട്ടിട്ടുണ്ടാവില്ല അല്ലെ? പക്ഷെ കേൾക്കാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിരിക്കുക മക്കളെ. നമ്മുടെ സെല്ലുകൾക്ക് എപ്പോഴും ഇതേപോലെ ഒരു ഷേപ്പ് കിട്ടാൻ കാരണമായിട്ടുള്ള കുറച്ച് ഫൈബേഴ്സ് അവിടെ ഉണ്ട്. ഈ ഫൈബേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് സൈറ്റോസ്കെലട്ടൺ എന്ന് പറയൂട്ടാ. എന്താ പറയേണ്ടത് മക്കളെ? സൈറ്റോസ്കെലട്ടൺ. സെല്ലിന് കൃത്യമായ ഒരു ഷേപ്പ് കൊടുക്കാനും, ഷേപ്പ് മാത്രമാണോ? നമുക്കിപ്പോ അസ്ഥികൂടം കൊണ്ട് ഷേപ്പ് മാത്രമാണോ കിട്ടുന്നേ? അല്ല, നല്ലൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ട് അല്ലേ? ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട് അല്ലേ? അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ സെല്ലുകൾക്ക് കൊടുക്കാനും സഹായിക്കുന്ന കുഞ്ഞു 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 ഫൈബേഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സൈറ്റോസ്കെലട്ടൺ എന്ന് പറയൂട്ടാ. മറന്നു പോകരുതേ.
സ്കെൽട്ടൺ എന്നുള്ള വാക്ക് ഓർക്കുമ്പോ തന്നെ ആലോചിച്ചോ, അതെന്താണ്? ഷേപ്പ്, സപ്പോർട്ട്, പ്രൊട്ടക്ഷൻ. ഓക്കെ, പിന്നെ ഇത് മാത്രമാണ് നമുക്ക് അസ്ഥികൂടം തരുന്നത് അല്ലെങ്കിൽ സ്കെൽട്ടൽ സിസ്റ്റം നമുക്ക് തരുന്നത്? അല്ല. ഞാനിപ്പോ ഇത്രയും നേരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട്. CBI മറ്റേ രാമാനന്ദനോ ആരാണ്, മറ്റേ മമ്മൂട്ടിയുടെ ആ ക്യാരക്ടർ പോലെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പോ അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ ഒരു മൂവ്മെന്റിനും നമ്മുടെ ആര് സഹായിക്കുന്നുണ്ട്? നമ്മുടെ ഈ പറഞ്ഞ സ്കെൽട്ടൽ സിസ്റ്റം സഹായിക്കുന്നുണ്ട് അല്ലേടാ മക്കളെ? അതേപോലെ തന്നെ സെല്ലിന്റെ ഉള്ളിൽ വരുന്ന ചെറിയ ചെറിയ മൂവ്മെന്റിനും നമ്മുടെ ആര് സഹായിക്കുന്നുണ്ടടാ? സൈറ്റോസ്കെൽട്ടൻ എന്ന് പറഞ്ഞ ആ ഒരു ആള് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നോക്കിയേ, ആ പോയിന്റ്സ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കിയാടാ മക്കളെ. ഇൻ യൂക്കാരിയോട്ടിക് സെൽ, അതും കൂടി ആലോചിച്ച് വെക്കണം. ഇത് പ്രോകാരിയോട്സിനുണ്ടോ? ഇല്ല. ആകെ ആർക്ക് മാത്രമേ ഉള്ളൂ? യൂക്കാരിയോട്ടിക് സെല്ലിന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ യൂക്കാരിയോട്ടിക് സെല്ലിനകത്ത് നോക്കിക്കഴിഞ്ഞാല് എ നെറ്റ്വർക്ക് ഓഫ് ഫൈൻ ഫൈബേഴ്സ് വിച്ച് ഫോം സൈറ്റോസ്കെൽട്ടൻ. ഓക്കെ, കുഞ്ഞു കുഞ്ഞു ഫൈബേഴ്സ് ആയിട്ട് കൂടി ചേർന്ന് ഒരു നെറ്റ്വർക്ക് ആയതിനു ശേഷം എന്ത് ചെയ്യും? സൈറ്റോസ്കെൽട്ടൻ രൂപപ്പെടുന്നു. ഇതെന്തിനൊക്കെ സഹായിക്കുന്നുണ്ട്? സ്ട്രക്ചറൽ സപ്പോർട്ടിന് സഹായിക്കുന്നുണ്ട്, സെൽ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്, സെൽ മൂവ്മെന്റ് ആൻഡ് ഇന്റേണൽ ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അർത്ഥമൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ലേ? ഓക്കെ, എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് അല്ലേ? ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സൈറ്റോസ്കെൽട്ടൻ എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാല് സൈറ്റോസ്കെൽട്ടന്റെ പടം ടീച്ചർ ജസ്റ്റ് ഒന്ന് കാണിച്ചതാ. മക്കളോട് ടീച്ചർ ഒന്നുകൂടി പറയാണ്, ഇതൊന്നും ടെക്സ്റ്റ് ബുക്ക് ഡയഗ്രാംസ് അല്ല, റെഫറൻസിന് വേണ്ടി വെക്കുന്നതാണ്, നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഹെൽപ്ഫുൾ ആവാൻ വേണ്ടി. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നോക്കിയേ, ഇതാണ് നമ്മുടെ സെല്ല്. സെല്ലിന്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലത്തെ കുറെ ഫൈബേഴ്സ് കാണാനായിട്ട് പറ്റും. ഈ ഫൈബേഴ്സ് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സൈറ്റോസ്കെൽട്ടൻ എന്ന് പറയും. ഓക്കെ അല്ലേടാ? തൊട്ടപ്പുറത്ത് വേറൊരു പടം കണ്ടോ കണ്ടോ? എന്താണ് അവിടെ പറഞ്ഞത്? സെൽ ഇൻക്ലൂഷൻ എന്നുള്ളൊരു പേര് കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്താണ് മക്കൾ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാണിക്കുന്നത്? കുഞ്ഞു കുഞ്ഞു ബോഡീസ് കാണിക്കുന്നുണ്ട് അല്ലെ? റൗണ്ട് ഷേപ്ഡ് ആയിട്ടുള്ള കുഞ്ഞു ബോഡീസ് കാണിക്കുന്നുണ്ട് അല്ലേ? ഈ ബോഡീസ് ഒന്നും സാധാരണ ഇരിക്കുന്ന ബോഡീസ് അല്ല. നമ്മുടെ പ്ലാന്റ് സെല്ലിനകത്തൊക്കെ നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിലെ പ്ലാന്റ് സെല്ലുകളുടെ ശരീരത്തിൽ നോക്കിക്കഴിഞ്ഞാല് എന്താണ്? കുറച്ച് ബോഡീസ് ഉണ്ട്. ഈ ബോഡീസ് എന്തിനാ സഹായിക്കുന്നതെന്ന് അറിയോടാ? ഫുഡ് മെറ്റീരിയൽസിനെ സ്റ്റോർ ചെയ്യാൻ സഹായിക്കുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞ ബോഡീസ്. ഓക്കെ, അതായത് നമ്മുടെ പ്ലാന്റ് സെല്ലുകളിൽ നോക്കിക്കഴിഞ്ഞാല് സ്റ്റാർച്ച്, സിലിക്ക, കാൽഷ്യം ക്രിസ്റ്റൽ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ സാധനങ്ങളെ മെയിൻ ആയിട്ട് സ്റ്റോർ ചെയ്യാൻ സഹായിക്കുന്ന ബോഡീസ് നമ്മൾ പറഞ്ഞ പേരാണ് മക്കളെ എന്ത്? സെൽ ഇൻക്ലൂഷൻ എന്ന് പറയൂട്ടാ. ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയേ. The cytoplasm may also store starch or crystal of calcium oxalate or silica. ഈ മെറ്റീരിയൽസിന്റെ പേര് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചു വെക്കാം. എക്സാമിന് ചിലപ്പോൾ വൺ വേർഡ് ആയിട്ടോ അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ആയിട്ട് ചോദിക്കും. ഓക്കെ അല്ലേടാ? അപ്പോ സൈറ്റോപ്ലാസത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പ്ലാന്റ് സെല്ലിനകത്ത് ഇതേപോലെ തന്നെ സ്റ്റാർച്ചും സിലിക്കയും കാൽഷ്യം ക്രിസ്റ്റൽ, കാൽഷ്യം ഓക്സലേറ്റ് പോലുള്ള സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ സഹായിക്കുന്ന ആ സ്റ്റോറേജ് ബോഡീസിന് നമ്മൾ പറയുന്ന പേര് മക്കളെ എന്ത്? സെൽ ഇൻക്ലൂഷൻ എന്ന് പറയൂട്ടാ. എന്താ പറയേണ്ടതാണ്? സെൽ ഇൻക്ലൂഷൻ. സൈറ്റോസ്കെൽട്ടൻ വെച്ചാല് ഷേപ്പും മൂവ്മെന്റിന് സഹായിക്കും. ഈ പറഞ്ഞ ഫുഡ് സ്റ്റോറേജിന് സഹായിക്കുന്ന ബോഡീസിന് പറഞ്ഞ പേരാണ് എന്ത്? സെൽ ഇൻക്ലൂഷൻ. എന്തൊക്കെ ഫുഡ്സ് ആണ്, സാധനങ്ങളാണ് ഇങ്ങനെ സ്റ്റോർ ചെയ്യാൻ സഹായിക്കുന്നത്? സ്റ്റാർച്ച് സ്റ്റോർ ചെയ്യാൻ സഹായിക്കും. ക്രിസ്റ്റൽ ഓഫ് കാൽഷ്യം ഓക്സലേറ്റ് അല്ലാന്നുണ്ടെങ്കിൽ സിലിക്ക. ഓക്കെ അല്ലേ? അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ സെല്ലിന്റെ ആ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തു അല്ലേടാ മക്കളെ? ഓക്കെ, ഇനി നമ്മുടെ സെല്ലിനകത്ത് വരുന്ന ന്യൂക്ലിയസിനെ കുറിച്ച് പറഞ്ഞു, സൈറ്റോപ്ലാസം പറഞ്ഞു, സൈറ്റോസ്കെൽട്ടൻ പറഞ്ഞു, സെൽ ഇൻക്ലൂഷൻ പറഞ്ഞു. ഇനി ഇതിനകത്തൊക്കെ കൂടാത്ത കുറച്ച് ആൾക്കാരുണ്ട്. മേജർ അല്ല എന്നാലും അതേ പങ്ക് വഹിക്കുന്ന, അതേ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, ഒരു ടീം ഉണ്ട് അവിടെ. ആ ടീമാണ് സെല്ലിന്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത്. ആ ഫങ്ഷൻസിനൊക്കെ ആ ഫങ്ഷൻ ഒക്കെ ചെയ്യാനായിട്ട് റെഗുലേറ്റ് ചെയ്യുന്ന ആളാണ് ആര്? ന്യൂക്ലിയസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ നമ്മുടെ സെല്ലിന്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാല് ഒരു ടീം ഓഫ് ആൾക്കാരുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ എന്താ പറയുക, സൈറ്റോസ്കെൽട്ടനെ കുറിച്ച് പറഞ്ഞു, സെൽ ഇൻക്ലൂഷൻ പറഞ്ഞു, അതേപോലെ തന്നെ നമ്മുടെ പ്ലാസ്മ മെമ്പറൈനെ കുറിച്ച് പറഞ്ഞു, സൈറ്റോപ്ലാസം പറഞ്ഞു, ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ കുറിച്ച് പറഞ്ഞല്ലേ. അപ്പൊ ഇതിന്റെ ഉള്ളിലൊക്കെ വരുന്ന വേറൊരു ടീം ഓഫ് ആൾക്കാരുണ്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ. അവരില്ലാന്നുണ്ടെങ്കിൽ സെല്ലിന്റെ കാര്യം കുറച്ച് കഷ്ടമാണ്. അപ്പൊ അങ്ങനെ സെല്ലിനെ ഒഴിവാക്കാൻ പറ്റാത്ത അത്യാവശ്യമായിട്ടുള്ള ഒരു ടീം ഓഫ് ആൾക്കാരെ കുറിച്ചിട്ടാണ് നമ്മൾ അടുത്ത് എന്ത് ചെയ്യാൻ പോകുന്നത്? ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതൊരു വെൽ ഡിഫൈൻഡ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലുണ്ട്. അത് ഈ ഒരു വീഡിയോയിൽ
കൂട്ടി കഴിഞ്ഞാൽ ഭയങ്കര ലെങ്തി ആയി പോകും. ഓക്കെ, പക്ഷെ എന്നാലും ആ ഒരു ഇൻട്രൊഡക്ഷൻ, ആ ഒരു ടീം ഓഫ് ആൾക്കാരെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിച്ച് എന്ത് ചെയ്യാ ഇരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആൾക്കാരുടെ മക്കളെ ആരെന്ന് പറഞ്ഞത് സെൽ ഓർഗനൽസ് എന്ന് പറയും. ആ ഒരു ടീം ഓഫ് ആൾക്കാരെ, നമ്മുടെ സെല്ലിന് ഒഴിവാക്കാൻ പറ്റാത്ത അത്യാവശ്യം വേണ്ട ആ ഒരു ആൾക്കാരെ, ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ പറഞ്ഞ പേരിന്റെ മക്കളെ എന്ത് സെൽ ഓർഗനൽസ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇതൊക്കെ ഇതാണ് നമ്മുടെ സെല്ല്. ഈ സെല്ലിന്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് സൈറ്റോപ്ലാസം അല്ലെ. ഈ സ്പേസിനെ പറഞ്ഞ പേരാണ് എന്ത് സൈറ്റോപ്ലാസം. ഈ സൈറ്റോപ്ലാസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും കുറച്ച് ഗ്രൂപ്പുകളെ കാണാനായിട്ട് പറ്റും അല്ലെ. ഇവിടെയുണ്ട്, അപ്പുറത്തും ഉണ്ട്. ഈ പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ നമ്മൾ പറഞ്ഞ പേരിന്റെ മക്കളെ എന്ത് സൈറ്റോസ്കെൽട്ടൻ അല്ല, സെൽ ഓർഗനൽസ് എന്നാണ് പറയാ. ഓക്കെ അല്ലേ. ഇവര് ഫംഗ്ഷൻ ആയിട്ട് മേജർ ഫംഗ്ഷൻ, നമ്മുടെ സെൽ ഓർഗനൽസിനെ ഒഴിവാക്കാൻ പറ്റില്ല എന്ന് നമ്മളിപ്പോ പറഞ്ഞല്ലേ. എന്തുകൊണ്ട് സെല്ലിന് ഇവരെ ഒഴിവാക്കാൻ പറ്റത്തില്ല? എന്താ കാരണം? എന്താ അതിന്റെ കാരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. എന്തൊക്കെയാണ് മക്കളെ ആ കാരണങ്ങള്? ബിൽഡിംഗ് ന്യൂ മെറ്റീരിയൽസ്, പുതിയ മെറ്റീരിയൽസിനെ ഉണ്ടാക്കുന്നു. ഇപ്പൊ ഒരു ഓഫീസിനകത്ത് പുതിയ ക്രിയേറ്റീവ് ഐഡിയാസ് കൊണ്ടുവരുന്ന ആൾക്കാരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല. അതേപോലെ തന്നെ പുതിയ മെറ്റീരിയൽസിനെ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് സെൽ ഓർഗനൽസിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ. പിന്നെ എന്താണ് മക്കളെ? റിമൂവൽ ഓഫ് വേസ്റ്റ്, ആവശ്യമില്ലാത്ത സാധനങ്ങൾ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാ, അല്ലാന്നുണ്ടെങ്കിൽ പുറത്തടിച്ച് കളയാ അല്ലെ. അങ്ങനെയുള്ള ആൾക്കാരാണ് സെൽ ഓർഗനൽസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഫംഗ്ഷൻ എന്താണ്? പ്രൊവൈഡ് എനർജി ടു ദ സെൽ, എനർജി കൊടുക്കുക, സെല്ലിന് വേണ്ട ഒരു എനർജി പവർ കൊടുക്കുക എന്നുള്ള ആൾക്കാരും ഈ പറഞ്ഞ സെൽ ഓർഗനൽസിനുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ ഒഴിവാക്കാൻ പറ്റുമോ? ഇപ്പൊ നമ്മുടെ ഒരു കൂട്ടത്തില് ഇങ്ങനെയുള്ള ഫങ്ഷൻസ് ചെയ്യുന്ന ഒരു ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഇവരെ ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അവരെന്തായാലും നമ്മൾ ചേർത്ത് പിടിക്കണം അല്ലെ. അതേപോലെ തന്നെ സെല്ലിന് അതുകൊണ്ടാണ് ഈ പറഞ്ഞ ആൾക്കാരൊന്നും എന്ത് ചെയ്യാൻ പറ്റാത്തത്, സെൽ ഓർഗനൽസിന് എന്ത് ചെയ്യാൻ പറ്റാത്തത്, ഒഴിവാക്കാൻ പറ്റാത്തത്. ഓക്കെ, അപ്പോ നോക്കിയാണ് മക്കളെ, ഈ സെല്ലിന്റെ ഉള്ളിൽ ഇത്രയും പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് സെൽ ഓർഗനൽസും സൈറ്റോപ്ലാസും അതേപോലെ തന്നെ എന്താണ് പ്ലാസ്മ മെംബ്രെയിനും സൈറ്റോസ്കെൽട്ടനും സെല്ലും ഇവരൊക്കെ കൂടി ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരു സെല്ല് എന്ന് വെച്ചാൽ ഒരു ടീമാ. അങ്ങനെ ടീമായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഇവരെ നമ്മൾ പറയുന്ന പേരിന്റെ മക്കളെ എന്ത്? ഒരു ലിവിങ് ടൈനി ഫാക്ടറി, ടൈനി ലിവിങ് ഫാക്ടറി എന്ന് പറയും. ഓക്കെ, ഒരു സെല്ല് എന്ന് വെച്ചാല് ഒരു ലിവിങ് ഫാക്ടറിയാണ്. ആ ഫാക്ടറിയിൽ ഒരു ടീമാണ്. അപ്പൊ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ജോലി ഉണ്ട്. ആ ജോലികൾ കൃത്യമായിട്ട് വഹിച്ചാൽ മാത്രമാണ് ആ സെല്ലിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ അല്ലെ. അപ്പൊ അതേപോലെ തന്നെ എന്താണ്, ഒരു ഫാക്ടറിയിലാണെങ്കിൽ അങ്ങനെ തന്നെ അല്ലേ, ഒരു ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സ് ഉണ്ടാവും. ആ ഓരോ വർക്കേഴ്സിനും ഓരോ പണി ഉണ്ടാവും. ആ പണി കൃത്യമായിട്ട് നടത്തിക്കൊണ്ട് പോയാൽ മാത്രമാണ് ആ ഫാക്ടറി മുന്നോട്ട് പോകുള്ളൂ. അതേ സെയിം സാധനമാണ് നമ്മുടെ ഇവിടെ സെല്ലും ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ സെല്ലിനെ പറയുന്ന പേരാണ് മക്കളെ എന്ത്? ടൈനി ലിവിങ് ഫാക്ടറി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു പോയിന്റ് ആണ്, മിസ് ചെയ്യരുത് കേട്ടോ. The work together to perform all functions of a cell. In other words, a cell is like a tiny living factory with each of its part doing a specific job. ഒരു സ്പെസിഫിക് ജോബ് എല്ലാവർക്കും ഉണ്ടാകും. ഓക്കെ അല്ലേ. അതിന് കാണിച്ചു തരാൻ വേണ്ടി ടീച്ചർ ഒരു പടമൊക്കെ വെച്ചിട്ടുണ്ട്. നോക്കിയാടാ, ഇതൊരു സെല്ലാണ്, ഒരു ഫാക്ടറിയാണ്. ഈ ഫാക്ടറിക്കകത്ത് ഓരോ സെന്ററുകൾ ഉണ്ടാവും. അതാണ് ഓരോ സെൽ ഓർഗനൽസും. ഓക്കെ, ഓരോ സെന്ററുകളാണ് ഓരോ സെൽ ഓർഗനൽസ്. അവിടെ എന്താണ്, അവർക്ക് അവരുടേതായിട്ടുള്ള പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. ആ പണികളെല്ലാം കൂടി കൺട്രോൾ ചെയ്ത് റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന മെയിൻ സെന്റർ ആണ് ആരെന്ന് പറയുന്നത്? ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വർക്കേഴ്സിന്റെ പണി ചെയ്യുക, കൺട്രോൾ ചെയ്യേണ്ട ആൾ കൺട്രോൾ ചെയ്ത് പോവാ, അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ഫാക്ടറിയാണ് ആരെന്ന് പറയുന്നത്? സെൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെന്ത് പറയുന്നത്? ഒരു ടൈനി ലിവിങ് ഫാക്ടറി ആയിട്ട് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പോ നമുക്ക് എന്താണ്, ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കിയുള്ള നമുക്ക് ഇനിയും ഡിസ്കസ് ചെയ്യാനുണ്ട് ഈ ഒരു പാർട്ടിനെ സെല്ലിനെ കുറിച്ചിട്ട്. പക്ഷെ അത് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്താൽ ഭയങ്കര ലെങ്തി ആയി പോകും, നിങ്ങൾക്കും അത് ഭയങ്കര ബോറായി മാറും അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സെൽ ഓർഗനൽസിനെ കുറിച്ചിട്ട് അടുത്തൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാം മക്കളെ, നമുക്ക് ഇന്ന് അതിനെ സംബന്ധിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ്, നമ്മൾ വെറുതെ ക്ലാസ് കേട്ട് പോയിട്ട് എന്താ കാര്യം അല്ലെ. നമുക്ക് എന്ത് ചെയ്യണം, ആ പഠിച്ചതിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം. അപ്പൊ ടീച്ചർ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് അതുമായി ബന്ധപ്പെട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എല്ലാവർക്കും സിംപിളി ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് ആൻസർ ചെയ്തിട്ട് പോവാ, തിരക്ക് കൂട്ടല്ലേ കേട്ടോ. ഓക്കെ, എന്താണ് മക്കളെ പറഞ്ഞേക്കുന്നത്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ, പെട്ടെന്ന് ഷട്ടപ്പടെ തീർക്കാം. ഓക്കെ, എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? ദ സെമി ഫ്ലൂയിഡ് പാർട്ട് ഓഫ് എ സെൽ ഈസ് കോൾഡ് ഡാഷ്. സെമി ഫ്ലൂയിഡ്, ഫസ്റ്റ് ഭാഗത്ത് തന്നെ ടീച്ചർ പറഞ്ഞാണ് അല്ലെ, ഒരു വെള്ളം പോലെ ആണോ? അല്ല,
എന്നാ ഒരു ജെല്ലി പോലെ ഇരിക്കുന്ന ഒരു സെമി ഫ്ലൂയിഡ് പാർട്ടാണ്. അതിന് നമ്മൾ പറഞ്ഞ പേര് മക്കളെ എന്ത്? സൈറ്റോപ്ലാസം എന്നാണ് പറയാ. എന്താ പറയേണ്ടതാ? സൈറ്റോപ്ലാസം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയടാ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഈസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോകാരിയോട്ടിക് ആൻഡ് യൂകാരിയോട്ടിക് സെൽ? ഇതും ടീച്ചർ പറഞ്ഞാണ്, ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെക്കണം കേട്ടാ. എന്താണ് മെയിൻ ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബോക്സ് ആൻസർ ആയിട്ട് കൊടുക്കാം അല്ലെ? എവിടെ ഉണ്ട് ആ ബോക്സ്? എന്താണ് മക്കളെ മെയിൻ ഡിഫറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോകാരിയോട്ടിക് എന്ന് വെച്ചാല് ലാക്ക് എ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ്, യൂകാരിയോട്ടിക് എന്ന് വെച്ചാല് ഒരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉണ്ട് കേട്ടല്ലോ. ആ ഒരു എക്സാമ്പിളും പറയാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാ, ഈ പറയുന്ന ഡെഫിനിഷൻസ് ആയാലും എന്ത് ചെയ്യാ പറഞ്ഞു കൊടുക്കുക, ബുദ്ധിമുട്ടൊന്നുമില്ല, മാർക്ക് കിട്ടും കേട്ടോ. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ മക്കളെ? കറക്റ്റ് ദ ഫോളോയിങ്. എന്താണ്? താഴെ 2 സെന്റൻസ് തന്നിട്ടുണ്ട് അല്ലെ? ആ 2 സെന്റൻസിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാനാ പറഞ്ഞേക്കുന്നത്, വേറെ പണിയൊന്നുമില്ല. ഓക്കെ, എന്താണ്? എ സെന്റൻസ് ഒന്ന് വായിച്ചേടാ. വിറോയിഡ്സ് ആർ മിസ്ഫോൾഡഡ് പ്രോട്ടീൻ വിച്ച് ലാക്ക് ജനറ്റിക് മെറ്റീരിയൽ. വിറോയിഡ്സ് എന്ന് പറഞ്ഞ ആൾക്കാർ മിസ്ഫോൾഡഡ് പ്രോട്ടീൻ, അവിടെ തന്നെ എന്തോ ഒരു പശപശകില്ലേ, അല്ല വശപ്പശകില്ലേ ഉണ്ട്. ഓക്കെ, വിറോയിഡ്സ് എന്ന് പറഞ്ഞ ആൾക്കാർ എന്താണ്? മിസ്ഫോൾഡഡ് പ്രോട്ടീൻസ് ആണോ? അല്ല, അത് തെറ്റാ. വിറോയിഡ്സ് ആണോ ശരിക്കും മിസ്ഫോൾഡഡ്? അല്ല അല്ലെ? പിന്നെ ആരാണ് മക്കളെ മിസ്ഫോൾഡഡ് ആയി കിടക്കുന്ന ആൾക്കാര്? അതങ്ങോട്ട് വെട്ടിയിട്ട് ശരിയായിട്ടുള്ള ആൾക്കാരുടെ പേര് അവിടെ എഴുതിക്കോ. ക്രയോൺസ് ആണ് മിസ്ഫോൾഡഡ് ആയിട്ട് കിടക്കുന്ന പ്രോട്ടീൻ. വിറോയിഡും വൈറസും മറക്കില്ല. വിറോയിഡ്സ് എന്ന് വെച്ചാല് പ്രോട്ടീൻ കോട്ട് ഇല്ല, വൈറസ് എന്ന് വെച്ചാല് പ്രോട്ടീൻ കോട്ട് ഉണ്ട്. അതിൽ നിന്ന് കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന ആരെ മാത്ര? ക്രയോൺസ് ആണ്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ ചോദിച്ചാല് നേരെ ആ സെന്റൻസ് അവിടെ എഴുതി വെക്കുക. കേട്ടല്ലോ. ഇനി രണ്ടാമത്തെ സെന്റൻസ് ഒന്ന് നോക്കിയേ. വൈറസ് ആർ കമ്പോസ്ഡ് ഓഫ് സം ജനറ്റിക് മെറ്റീരിയൽ വിത്ത് എ പ്രോട്ടീൻ കോട്ട്. വിത്ത് എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, വിത്തൗട്ട് അല്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് വൈറസ് ഉറപ്പിക്കാൻ പറ്റില്ലേ? പറ്റും, അത് കറക്റ്റ് ആണ്. ഓക്കെ, ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി. എന്താ പറഞ്ഞിരിക്കുന്നേ? What are the substances that are stored by the cell inclusion? അവിടെ ആ ഒരു ബോഡിയുടെ പേര് തന്നിട്ടുണ്ട്. സെൽ ഇൻക്ലൂഷൻ എന്നുള്ള ഒരു ബോഡിയുടെ പേര് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ? സബ്സ്റ്റൻസസ് ആണ് നമുക്ക് ചോദിച്ചേക്കണേ. സൈറ്റോപ്ലാസ്റ്റിൽ സ്റ്റോർ ചെയ്യുന്ന സബ്സ്റ്റൻസസ് ഏതൊക്കെ? 2-3 പേര് പഠിച്ചില്ലായിരുന്നോ? ഏതൊക്കെയാണ് മക്കളെ? ഒന്നാമത്തെ ആളുടെ പേരാണ് എന്ത്? സ്റ്റാർച്ച്. ഓക്കെ, രണ്ടാമത്തെ ആളുടെ പേരാണ് എന്ത്? സിലിക്ക. മൂന്നാമത്തെ ആളുടെ പേരെന്തായിരുന്നു? ക്രിസ്റ്റൽ ഓഫ് കാൽഷ്യം ഓക്സലേറ്റ്. ക്രിസ്റ്റൽ ഓഫ് കാൽഷ്യം ഓക്സലേറ്റ്. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യനും കഴിഞ്ഞു. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ? ചെറിയ ചെറിയ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് മക്കളെ? വൈ ഈസ് ദ സെൽ നോൺ ആസ് ലിവിംഗ് ഫാക്ടറി? എന്തുകൊണ്ടാണ് സെല്ലിനെ ലിവിംഗ് ഫാക്ടറി എന്ന് അറിയപ്പെടുന്നതിന്റെ കാരണം? എല്ലാവരും കൂടി ഒത്തൊരുമയോടെയാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഈച്ച് ഓഫ് ദ പാർട്ട് ഹാവ് സ്പെസിഫിക് ജോബ്. ആ ഒരു സെന്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതങ്ങനെ എഴുതി വെക്കുക, മാർക്ക് കിട്ടും. ഓക്കെ അല്ലേടാ മക്കളെ? അപ്പൊ ഇത്രയാണ് നമ്മുടെ ആ ഒരു പാർട്ടിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് വരുന്നത്. എല്ലാവരും എന്ത് ചെയ്യാം, വീഡിയോ ശ്രദ്ധയോടെ കണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, അതിന്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാകും. അതിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടും അതുമായി സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് കിട്ടുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യാം മക്കളെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ താങ്ക് യു.